എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് വരാറുള്ളത് കിച്ചൺ കാണിക്കുമെന്ന. അങ്ങനെ കിച്ചൺ ടൂറായിട്ട് കാണിക്കാനുള്ളൊരു വലിയൊരു കിച്ചണൊന്നും അല്ല ഇതൊരു ചെറിയ കിച്ചണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഒരു സ്ഥലമെന്ന് പറയുന്നത് എൻ്റെ കിച്ചണാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ഈ കിച്ചൺ ഒന്ന് ഡീറ്റെയിൽ വൈസിൽ കാണിക്കുകയാണ്. അങ്ങനെ കിച്ചൺ ടൂർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൺ കാണാം. ഇവിടെയാണ് ഹോബും ഹുഡും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് വശങ്ങളിൽ ഫുള്ള് സ്റ്റോറേജ് ഏരിയയാണ്. ഇത് ഞങ്ങൾ ഒരു 2 വർഷമായ കിച്ചണാണിത്. പുതിയ വീട് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. അത്യാവശ്യം എനിക്ക് കിച്ചൺ സെറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാര്യമുള്ളായിരുന്നു, ഒരു ഇച്ചിരി സ്പേസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 2 സൈഡിലും സ്റ്റോറേജാണ്. ഇവിടെയും സ്റ്റോറേജിൽ ഇവിടെ ഞാൻ കുറച്ച് മേളിൽ നമ്മുടെ സ്നാക്സിൻ്റെ ഐറ്റംസും ഇവിടെ റൈസും കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് 2 ഫാബറിൻ്റെയാണ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് വലിയ കംപ്ലയിൻസ് ഒന്നും ഇതിന് ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു 2 വർഷമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് നല്ലതാണ്, ഇത് ഫാബറിൻ്റെ സാധനമാണ്. ഇവിടെ പിന്നെ ചെറിയൊരു ഭരണിയിൽ ഉപ്പ് വെച്ചിട്ടുണ്ട്, ഓയിൽ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ സ്ലാബിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാറില്ല. നാനോ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇതിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. കറയൊന്നും വലുതായിട്ട് പിടിച്ചിട്ടില്ല, എന്നാലും വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്ക്രാച്ചസും കാര്യങ്ങളും ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് താഴ്വശം ഫുള്ളും ഇതുപോലെ മൊത്തം സ്റ്റോറേജാണ്. ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ടിന്നുകളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ചെറിയ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക് അങ്ങനെയുള്ളതെല്ലാം ചെറിയ കണ്ടെയ്നേഴ്സിൽ ഞാൻ വെച്ചേക്കാണ്. ഇവിടെ നെയ്യ്, കായം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസിൻ്റെ സ്റ്റോറേജാണ് ഇവിടെ. ഞാനൊന്നും അധികം താഴോട്ടൊന്നും ഒരുപാട് സാധനങ്ങൾ വെക്കാത്തത്, ചെറിയ മോൾ ഇവിടെ വന്ന് ഇതെല്ലാം തുറന്ന് എല്ലാം പറക്കി നിരത്തി വെച്ച് അവൾ ഭയങ്കര കളിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ താഴ്വശത്ത് കൂടുതൽ സാധനങ്ങൾ ഞാൻ അധികം വെച്ചിട്ടില്ല. പിന്നെ ഇതിനകത്താണ് സ്പൂണ്, നമ്മുടെ നൈഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബീറ്ററിൻ്റെ സാധനം, അങ്ങനെ കുറേ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യുമ്പം തന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ചെറിയ ആളെ കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് പോകും. ഞങ്ങൾ പലപ്പോഴും ഇതെല്ലാം പറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറാണ് പതിവ്. അപ്പം ഇവിടെ ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലത്തെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അടിയിലത്തെ സ്റ്റോറേജിൽ വെച്ചേക്കുന്നത്. കുഞ്ഞിഡലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് പാത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലും ഡെയിലി യൂസിന് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതാകുമ്പം കൈകാര്യം ചെയ്യാനും എളുപ്പമായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ചെറിയൊരു കപ്പിൻ്റെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൂൺസും തവിയും. പിന്നെ ഇവിടെ ചെറിയൊരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കോഫിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോഫി. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പോട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതും ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റോറേജാണ്. ഇവിടെയും കുറച്ച് നമ്മുടെ സ്പൈസസ് പോലത്തെ സാധനങ്ങളും പൊടികളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കുഞ്ഞിൻ്റെ റാഗിപ്പൊടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പും ഒന്ന് ഹോട്ടും ഒന്ന് കോൾഡും വരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് സിങ്കാണ്. എനിക്ക് ബ്ലാക്ക് സിങ്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് സ്റ്റീൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റീൽ തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. ബ്ലാക്ക് നമുക്ക് കുറച്ച് ക്ലീനിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഒരു ഇവിടെ പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഒരു വിൻഡോയാണ്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പം സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും ഒരു പ്രത്യേക സന്തോഷമാണ് കാണുമ്പം. പകൽ സമയത്ത് ഈ കിച്ചണകത്ത് അധികം ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലാതെ തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടാനും ഈ വിൻഡോസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടിവശത്തെ ഇവിടുത്തെ ഈ സ്റ്റോറേജിലൊന്നും അധികം സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇവിടെ ഒരു സിങ്കിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ സ്റ്റോറേജും ഇങ്ങനത്തെ സോപ്പ് ഇങ്ങനെയുള്ള നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലൊന്നും അങ്ങനെ അധികം ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് സ്പൂൺസും കാര്യങ്ങളും കുഞ്ഞുവാവയുടെ സാധനങ്ങളും നിപ്പിളിൻ്റെ കുപ്പി, അത് കുപ്പി കഴുകാനുള്ള ബ്രഷസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്ലാസസും ഒരു ചെറിയ ഒരു ട്രെയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടന് ഏറ്റവും കൂടുതൽ ചായയാണ് കുടിക്കുന്നത്. ചായയും കാപ്പിയും ഇങ്ങനെ ഇടവിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചേട്ടന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗ്ലാസസും സ്പൂൺസും പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ ഐറ്റംസാണ്, ചായ കുടിക്കുന്ന ഐറ്റംസാണ് ഇതിത്രയും. പിന്നെ ഇവിടെ സാധാരണ ഇൻഡൻഷൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഇൻഡൻഷനിൽ തന്നെയാണ് കോഫിയും അങ്ങനെ വെള്ളം നമ്മൾ ചൂടാക്കുന്നതും കാര്യങ്ങളുമൊക്കെ. കാരണം സോളാർ ഉള്ളതുകൊണ്ട് കറണ്ടിൻ്റെ പ്രശ്നം വലുതായിട്ടില്ല. പിന്നെ ഇവിടെയാണ് കോഫിയും ഷുഗറും ടീയും അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുറക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫ്ലാസ്ക്, ഇങ്ങനത്തെ മറ്റേ ജാറ്, അങ്ങനത്തെ ഉള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ ഭാഗത്തും ഫുള്ള് സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഗ്ലാസസും പ്ലേറ്റ്സും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടന് കൂടുതലും വൈറ്റ് പ്ലേറ്റുകളോടാണ് താല്പര്യം. അത് കാരണം ഇവിടെ കൂടുതലും വൈറ്റ് പ്ലേറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഗ്ലാസസും ഇവിടെ ചെറിയ ഗ്ലാസും, ഇതൊക്കെ ചേട്ടന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു ഗ്ലാസ്സുകളാണ്. ഒക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം ഓരോ പ്രാവശ്യമായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ് ഇങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ. പിന്നെ ഇവിടെ തുറക്കുമ്പോൾ നമ്മുടെ കോഫിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഐറ്റംസാണ് ഈ മേളിലും ഈ സൈഡിലും എല്ലാം ഇരിക്കുന്നത്. ഇതിലെ ഈ ബ്ലൂ ഷെയ്ഡുള്ള ഇതിന് ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കല്യാണത്തിന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ജു വാര്യർ കല്യാണത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ബ്ലൂ കളറിലുള്ള കോഫി സെറ്റ്. ഇത് ബാക്കിയെല്ലാം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു 20 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില ഗ്ലാസ്സസൊക്കെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 1-2 ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. എന്നാലും ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓവൻ എന്ന് പറയുന്നത് ഇത് നേരത്തെ മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായതുകൊണ്ട് നമ്മൾ ഇൻബിൽട്ട് ഓവൻസ് ഒന്നും വെച്ചില്ല. ഇത് സാധാരണ ഇത് ഇവിടെ കിച്ചൺ സ്ലാബിൽ തന്നെ സെറ്റ് ചെയ്തു. കാരണം ഞാൻ അങ്ങനെ കൂടുതൽ ഓവൻ യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചൂടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, എന്തെങ്കിലും പഴങ്ങളൊക്കെ ചെറുതായിട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ എനിക്കൊരു ഓവൻ്റെ യൂസ് ഉള്ളൂ. അത് കാരണം ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഓവനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആവുന്നതിലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വെക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. പിന്നെ ഇവിടെ എന്ന് പറയുന്നതും ഇതുപോലെ സ്റ്റോറേജാണ്. ബൗൾസും കാസ്ട്രോൾസും അങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിന് താഴെയായിട്ട് വെച്ചിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് പ്ലേറ്റും ട്രേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ സെയിം സ്റ്റോറേജാണ്. ഇവിടെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളും ഗ്ലാസസും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചാൽ ലുലുവിൽ നിന്ന് മേടിച്ചതുണ്ട്, പിന്നെ നമ്മുടെ ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച പ്ലേറ്റ്സും ഗ്ലാസ്സുകളും ഒക്കെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ കുറച്ച് വലിയ കടായിസ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ സൈഡിലും ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഭയങ്കര നല്ല രസമുള്ള വ്യൂ. മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി, കാണാനും ഒക്കെ നല്ല രസമാണ്. ഇതും നമ്മുടെ കിച്ചണിലേക്ക് നല്ലതായിട്ട് വെളിച്ചം കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ പകൽ സമയത്ത് അങ്ങനെ ട്യൂബ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ എന്ന് പറയുന്നതും ഒരു ചെറുതായിട്ടൊരു സ്റ്റോറേജ്, നമ്മുടെ അരിയും പച്ചരിയും അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇവിടെയും. ഇവിടെ അങ്ങോട്ടും സ്റ്റോറേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫുഡ് സ്റ്റീമറാണ്. ഇത് നമുക്ക് വെജിറ്റബിൾസും നമ്മുടെ ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റീം ചെയ്ത് എടുക്കാൻ പറ്റും. വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇത് ആവിയിൽ നല്ലപോലെ പുഴുങ്ങിയെടുക്കുക. സാധാരണ ഇഡലി പാത്രത്തിലൊക്കെ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും ഇത് കുറച്ച് ഇലക്ട്രിക് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതും ഒരു നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു വലിയൊരു കബോർഡിൻ്റെ സ്റ്റോറേജാണ്. ഇതും ഇവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴെയൊന്നും അധിക സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, ചെറിയ ആളെ പേടിച്ചിട്ട്. താഴെ വെച്ചിരിക്കുന്നത് ചെറിയൊരു ഉള്ളിയും ടിഷ്യൂവും പിന്നെ ഒരു വെയിങ് മെഷീൻ. പിന്നെ ഇത് മറ്റേ ഗ്രില്ല് ചെയ്യുന്ന, നമ്മൾ ചിക്കനൊക്കെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു ഐറ്റംസ് അത്രയും താഴെ വെച്ചിട്ടുള്ളൂ. ചെറിയ ആൾ എടുത്തുകൊണ്ട് പോയാലും വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് താഴെ വെച്ചിരിക്കുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ സ്റ്റോറേജാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇത് രണ്ട് ചേട്ടൻ ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് അവർ ഗിഫ്റ്റ് കൊടുത്തതാണത്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് ഷൂട്ടിങ്ങിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പൂവോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എളുപ്പം ആയിട്ട് അത് കാരണം ഇതും ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുകയാണെങ്കിൽ ഇവിടെയാണ് ഫ്രിഡ്ജ്. ഇതൊരു LGയുടെ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ രണ്ടുപേരുടെയും കുഞ്ഞിലത്തെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും കാണുമ്പം അവരെ ആ കുഞ്ഞിലത്തെ ആ ഒരു സമയമൊന്നും നമുക്ക് പെട്ടെന്ന് മിസ്സാവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ അത് ഓർക്കുമ്പോൾ ഒരു രസമാണ്, രണ്ടുപേരുടെയും ആ ഒരു ഡിഫറൻസ് ഒക്കെ ഓർക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ഈ സൈഡിലാണ് എൻ്റെ ഫ്രീസറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ആ ഭാഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സെയിം തന്നെ ഒരു നമുക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ഏരിയ പോലെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു കിച്ചണാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ കുറച്ച് സ്പേസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിങ്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ആ സൈഡിൽ വച്ചിരിക്കുന്നത്. നമ്മളിവിടെ തന്നെ വാഷ് ചെയ്ത് ആ സൈഡിലേക്ക് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെയും ഫുൾ സൈഡ് മൊത്തം സ്റ്റോറേജാണ്. ഈ സൈഡിൽ നമ്മുടെ ഇങ്ങനത്തെ ക്ലീനിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്.
പിന്നെ ഇവിടെ പാത്രങ്ങൾ, പിന്നെ ഇവിടെ മിക്സിയുടെ ജാറുകളാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ബീറ്ററിൻ്റെ സാധനവും ഡിഷ് വാഷറിൻ്റെ പൗഡറും പിന്നെ കുറച്ച് ഭരണിയും കാര്യങ്ങളുമൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇവിടെ ഒരു ഡിഷ് വാഷർ വെച്ചിട്ടുണ്ട്. ഡിഷ് വാഷർ അങ്ങനെ എന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഡിഷ് വാഷർ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഷ് വാഷറിനകത്ത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ പാലിൻ്റെ കറയൊക്കെ ഉള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ചീൻചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെച്ചാൽ നമ്മൾ കൈകൊണ്ട് കഴുകുന്ന അത്രയും പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് കാരണം പ്ലേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ബൗളുകൾ, ഗ്ലാസ്സുകൾ അതൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം എന്നൊരു പ്രത്യേകത. പിന്നെ കുറച്ച് കൂടുതൽ ടൈമാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിഷ് വാഷറിൽ കഴുകുന്നത് വളരെ കുറവാണ്. ഇതും ഒരു ഫാബറിൻ്റെ ഡിഷ് വാഷറാണ്. ഇതിൽ നമ്മൾ സ്പൂൺസും കാര്യങ്ങളുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റേ സെറാമിക്കിൻ്റെ പ്ലേറ്റ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ നല്ല ക്ലീനായിട്ട്, ഓയിലി ഒട്ടും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് കഴുകി നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനൊക്കെ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പാത്രം ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം ചെറിയ ചെറിയ ഇതുപോലത്തെ തൂക്കുപാത്രങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും തൂക്കുപാത്രത്തിൻ്റെ മാത്രം ഒരു സെക്ഷൻ ഇവിടെ വന്നത്. പിന്നെ ഈ സൈഡിലും ചെറിയൊരു സ്റ്റോറേജാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ അവിടെ കുക്ക് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങോട്ടേക്ക് മാറ്റി ഈ സൈഡിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അവിടെ അത്രയും ഭാഗം നമുക്ക് എപ്പോഴും ക്ലീനായിട്ട് തന്നെ കിടക്കും. പെട്ടെന്ന് രണ്ട് സ്പേസ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും പെട്ടെന്ന് കയറി നമ്മുടെ കിച്ചണിലേക്ക് വന്നാലും ഈ ഭാഗത്തേക്ക് മാത്രമേ നമ്മുടെ സാധനങ്ങളെല്ലാം ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സൈഡിലേക്കാണ് കൂടുതലും കുക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഈ സൈഡിലാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ കുറച്ച് സ്റ്റീലിൻ്റെ കപ്പുകൾ, പിന്നെ നമുക്കൊരു മറ്റേ നമ്മുടെ ഒരു ഇടികല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതും ഒരു സ്റ്റോറേജാണ്. ഇവിടെ ടാങ്ക്, പിന്നെ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ഒരു ലഞ്ച് ബോക്സ്, ഇതൊക്കെ നമുക്ക് ചൂടാക്കി അപ്പം തന്നെ ഇത് നമ്മൾ ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കണമെങ്കിൽ പോകുന്ന സ്ഥലത്തൊന്ന് കുത്തി ചൂടാക്കി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതൊക്കെ ഫുൾ ഇതുപോലത്തെ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ മോള് വശം ഫുള്ള് പുഷ് ചെയ്താൽ ഓപ്പൺ ആവുന്ന ടൈപ്പ് കബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ സ്റ്റോറേജാണ്. അതിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നതും കുറച്ച് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ, കുക്കർ, മീൻ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഡെയിലി യൂസിനുള്ള സാധനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ഈ സൈഡും വെച്ചിരിക്കുന്നത്. കൂടുതലും സ്റ്റോറേജാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് പ്രിഫർ ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഒന്ന് അടുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഈ രണ്ട് സൈഡിൽ നിന്നും ഇവിടെ ഒരു ഡോറാണ്. ഡോറ് തുറന്ന് ഫുള്ള് ഞങ്ങളുടെ തന്നെ മാവും പ്ലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ. ഇങ്ങനെ ഈ കതകൊക്കെ തുറന്നിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അകത്തേക്ക് നല്ല കാറ്റും വെളിച്ചവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ശരിക്കും ഒരു നല്ല രസമാണ്.
കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവർക്കും നീറ്റായിട്ടും ക്ലീനായിട്ടും ഒക്കെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എല്ലാവരുടെയും കിച്ചണൊന്നും മിക്കവാറും എൻ്റെ കിച്ചൺ ഉൾപ്പെടെ എല്ലാവരുടെയും കിച്ചൺ എല്ലാ സമയത്തും ഒന്നും ഫുൾ ടൈം ഇതുപോലെ ക്ലീനായിട്ടിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ചില സമയങ്ങളിൽ മുഷിഞ്ഞ് കിടക്കുന്ന സമയമുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് സൂക്ഷിക്കുന്നതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും അതുപോലെ കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ വൈറ്റായിട്ടുള്ള സ്ലാബും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നും വീഴാതിരിക്കാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കിച്ചണിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാനൊരു ചെറിയൊരു കിച്ചൺ ടൂറ് നിങ്ങൾക്കായിട്ട് കാണിച്ചത്. ഇനി കിച്ചൺ ടൂറെന്ന് പോലും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഇടം എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും കൂടുതലും ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.